നല്ല പ്ലേസാണ് കേട്ടോ കാണാൻ. ഇത് ബോട്ടിൻ്റെ മേൽഭാഗമാണ്. മഴ ഇപ്പോൾ തോന്നിട്ടുണ്ട് കേട്ടോ, മഴയൊക്കെ തോന്നിട്ടുണ്ട്. അന്തരീക്ഷം ഇപ്പോഴും മേഘാവൃതം തന്നെ. അതാണ്ട് അങ്ങ് മഞ്ഞ് മൂടിയാണത്. കാണിച്ചു തരട്ടെ, കണ്ടോ? നല്ല പച്ച കളറിലാണ് കടൽ. ഞാൻ എന്താ പറയുന്നത്, കുട്ടിയെ കൊണ്ടുവന്നിട്ടില്ല. മഴയൊക്കെ ആയതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടുവന്നില്ല. ബുനിയാദാബാദ് അയ്യപ്പ ക്ഷേത്രത്തിൽ അന്നദാനമാണ്. അന്നദാനത്തിലോട്ട് പോവുകയാണ്. ഓക്കെ, വണ്ടിയൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഇന്ന് ആളുകളൊക്കെ വളരെ കുറവ്. ആളുകൾ കൂടുതലുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ആളുകളും നിൽക്കും. മഴ ആയതുകൊണ്ട് എല്ലാവരും അകത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങി വന്ന് വീഡിയോ ഒക്കെ ചെയ്തത്. ശരി, ബാക്കി വിശേഷമൊക്കെ നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, നമ്മളെ കേരളത്തിൽ രണ്ടുപേരും കൂടെ. മീനു അമ്മയുടെ മീനുകുട്ടി നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. നമ്മൾ എടുത്തു കൊടുക്കളെ, ഇത് എടുത്തു തരാൻ പറയാം. ഉണ്ടാണ് എക്സ്ട്രാ. സബിത ലേറ്റായി. നമ്മളൊക്കെ കഴിച്ചോ? കഴിച്ചു, ഞാൻ കഴിച്ചു. ഇവിടെ പായസമാണല്ലോ. ജലജാമ കഴിക്കുന്നില്ലേ? പായസം കിട്ടിയില്ലേ സവിതയ്ക്ക്? ഞാൻ എടുത്തുതരാം. സവിതയ്ക്കുള്ള പായസം ഞാൻ എടുത്തുതരാം. എന്നാ സവിത, പപ്പടം കിട്ടിയില്ലേ? അതോടെ നിങ്ങളെവിടെ ഞാൻ ചോറിഞ്ഞിട്ടെ പപ്പടം എല്ലാം. പാചകം ചെയ്ത് നമുക്ക് ഫുഡ് തരുന്ന ആളെയല്ലേ മെയിനായിട്ട് എടുക്കേണ്ടത്. ഹലോ, അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്ന് ഇപ്പം അന്നദാനം എല്ലാം കഴിച്ച് നിങ്ങൾ കണ്ടല്ലോ. അന്നദാനം എല്ലാം കഴിച്ച് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ തന്നെ നമ്മുടെ കുറേ മലയാളി ഫാമിലി ഉണ്ട്. അതിൽ രാജി ചേച്ചിയുടെ കാറിലാണ് ഞങ്ങളെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ്. അവിടെ ബോട്ടിൻ്റെ അവിടുത്തെ പാലത്തിൻ്റെ ഒരു ചെറിയ അവിടെ പണി നടക്കുന്നു കേട്ടോ. അതുകൊണ്ട് ബസ്സൊന്നും അങ്ങോട്ട് പോവില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഇവരുടെ വണ്ടിയിലൊരു ലിഫ്റ്റ് കിട്ടി. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി എത്രയും പെട്ടെന്ന് പോകണം. ഇളയ മോൻ എന്നെ അന്വേഷിക്കുന്നതായിട്ട് ചേട്ടൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ട്രിപ്പും ഞങ്ങൾക്ക് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഈ സാറിൻ്റെ
ഇവിടെ ഈ സാർ തന്നെയാണ് നമ്മളെ കൊണ്ടുവന്നത്, ലിഫ്റ്റ് തന്നത്. അങ്ങനെ ഒരു സന്തോഷം. അമ്പലത്തിലൊക്കെ വരുമ്പോൾ നമുക്കറിയാവുന്ന ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ അത്ര ഇതായി. രാജു ചേച്ചി ഒരു ഹായ് കൊടുക്ക്, ഇങ്ങോട്ടൊന്ന് നോക്ക്. ചേട്ടൻ വണ്ടി ഒട്ടിക്കുകയാണ്.